എൽ ജിയുടെ ഒരു 43 ഇഞ്ച് ടി വിയാണ്. ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കറണ്ടെ കുത്തിക്കഴിഞ്ഞാൽ അന്നേരം ഫ്യൂസ് അടിച്ചു പോവാം. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവർ കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് കൊള്ളുന്നതാണ്. നമുക്കതിന് സ്ക്രൂ എല്ലാം അഴിച്ചിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ആദ്യം ഇവിടെ ഇത് ഫ്രണ്ട് പൊക്കി മാറ്റണം. ഇത് കണ്ടോ, ഇതിൻ്റെ വയറുമൊക്കെ പറഞ്ഞ് കിടക്കുക കണ്ടോ, വയറുമൊക്കെ പറഞ്ഞ് കിടക്കുന്നു. അതിൻ്റെ പിന്ന് മാറ്റി വയറിട്ട് വിട്ടിരിക്കുകയാണല്ലോ. അത് ഇനി ഒരു വയർ അവിടെ, ഇതാണ് പരിപാടി. അപ്പോൾ ഇതിന് തുറക്കണേ തന്നെ ഇതെല്ലാം അഴിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വീഡിയോ നല്ലപോലെ പിടിച്ച് നോക്കി അഴിച്ചു മാറ്റിയാലല്ലേ നമുക്കിത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ സൈഡിൽ പിന്നാണോ നമുക്ക് പൊക്കി നോക്കാം. ഇത് ലോക്കൽ കിറ്റ് കിട്ടിയ സെറ്റാണ്. ലോക്കൽ കിറ്റ് കിട്ടി, പവർ സപ്ലൈ എല്ലാം അടിച്ചു പോയതാണ്. ഇങ്ങനെയുള്ള സെറ്റുകൾ ദയവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടിട്ടില്ലേ. കാരണം ഈ ലോക്കൽ കിറ്റ് കയറ്റിയ സെറ്റൊന്നും നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. നമുക്ക് ഒറിജിനലായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള വർക്ക് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, അതിനൊക്കെ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ ചെയ്തോളൂ. ഓട്ടായി വെക്കാനാണത്? ഓക്കെ, അത് മതി. ആ സ്പീക്കർ കേൾക്കുന്നുണ്ട്, നല്ല ബാസ് വരുന്നുണ്ട്. പിന്നെ 2 സ്പീക്കറും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇല്ലെന്നല്ല എന്നേ ഉള്ളൂ. സാധനത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പം കുഴപ്പമില്ല. ചോളയും കൊടുത്തേടാ. ഓളയും കൊടുത്തേ. ഈ സാധനം കിടപ്പുണ്ട് 1816 രൂപ. ഇത് കുറഞ്ഞ സാധനം. പക്ഷെ അവിടെ ഭയങ്കര വില. വരുമ്പോൾ വേറെ സാധനമാണ് വരുന്നത്. വരുമ്പോൾ വേറെ സാധനവും വരും. ഇതൊക്കെയാണ് തട്ടിപ്പ്. JBL സാറിൻ്റെ ഒറിജിനൽ ടി വി അതിനിടയിൽ അവൾ എന്നെ കാണാൻ പോയാലോ. ടി വി ആണോ അതിനാ? ആ ബോർഡ് മറിഞ്ഞ് കിടക്കുന്നല്ലേ. ഓക്കെ, ആ ചേട്ടൻ്റെ ടി വി കൊടുക്കാനുണ്ട്. പാനാസോണിക്കാണേ. ഈ ശരിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ അകത്തുള്ള ടി വിക്കാരുടെ സമയം കഴിഞ്ഞ് 12 മണി വരെ ഉള്ളായിരുന്നു. ടി വിക്കാരുടെ സമയം കഴിഞ്ഞ് 12 മണി വരെ ആയിരുന്നു നിങ്ങൾക്കുള്ളായിരുന്ന സമയം. 12:15 ഓടി വാ. ബാക്കിയുള്ളവരുടെ ഞായറാഴ്ച പോലും ഉറക്കം കളച്ചിരുന്നു. അത് ആ വീട് നിങ്ങൾ മേടിച്ചതാണോ? പിന്നെ ഇരിക്കുന്ന വെള്ള വീട് അത് ഈ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാന്ന് തോന്നുന്നു. ഒത്തിരി വർഷം വീട് പണിയാതെ കിടന്നല്ലോ. ക്ലോസ് ചെയ്താ. ആൻഡ്രോയിഡാ അല്ലേ? വരട്ടെ. നീ കൊടുത്തേ പടം. റിമോട്ട് ഉണ്ടല്ലേ? റിമോട്ട് എടുത്തു. ഉണ്ടായെടുത്തു. പാറ്റ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. അതിനാ നിന്നെ തന്നെ. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മേടിച്ചാൽ പുറത്തു കൊണ്ടായെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ നീ ഓർക്കണം പാറ്റ ഉണ്ടെന്ന്. അല്ല, നിങ്ങൾ രണ്ടുപേരൂടെ കളിക്കുമായിരുന്നു. രണ്ടുപേരോട് ഓടി കളിക്കുമായിരുന്നാണ്. ചാനലിട്ട ടി വി ആണ്. നല്ല ചാനലില്ല. സെറ്റിങ്സിനകത്ത് പോയാലേ പറ്റുള്ളൂ എന്ന് തോന്നിയിരുന്നു. കുഴപ്പമില്ല. ഇതിൻ്റെ സെറ്റിങ്സ് ഈ സൈസ് റിമോട്ടാണ്. കുഴപ്പമില്ല. പിന്നെ ബ്രൈറ്റ്നസ് ഒക്കെ ഇച്ചോടെ സെറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കി. അതിനകത്തില്ല ബ്രൈറ്റ്നസ്. വേറെ എവിടെയാണ്? പിക്ചർ അവിടെ നോക്കിയാണ്. മാറ്റിക്കും, കുഴപ്പമില്ല. ബാക്ക് ലൈറ്റൊക്കെ അത്യാവശ്യം ഉണ്ട്, മതി. ഇത് ഇന്ന് ഇവിടെ വന്നു. ഉണ്ട്. HDMI 1. ഓൺലൈൻ കൊടുത്ത്
ആ പേപ്പർ കുറഞ്ഞ കമ്പനിയല്ലോ, അവര് ഡിസ്നിയുടെ അല്ലേ ഇപ്പൊ. കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റ് വന്ന് അന്നേരം ബ്ലോക്ക് ചെയ്യും. അത് നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കാനും അവർക്ക് പ്രശ്നം ഉണ്ടായിരിക്കാനും അവർ അന്നേരം ആ വീഡിയോ ബ്ലോക്ക് ചെയ്യും. അത് അനലൈസ് ചെയ്യും. അതിനൊരു AI ഉണ്ട്. അവന് ഈ എല്ലാ കോപ്പിറൈറ്റ് സാധനങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. ബുദ്ധി, ആ മനുഷ്യന്റെ ബുദ്ധിയുടെ 100 ഇരട്ടി ബുദ്ധിയാണ്. മനുഷ്യന്റെ ബുദ്ധിയുടെ 7 ഇരട്ടി ബുദ്ധിയായിരുന്നു. ഇനി ഒരു ഷോട്ട് എടുത്ത് എനിക്ക് അവൻ തുറന്ന് പിടിച്ചു. കുഞ്ഞു കുഞ്ഞിനൊരു 43 ഇഞ്ച് എടുക്കത്തില്ലേ? ഇതിപ്പോ സാറ് മേടിച്ചിട്ട് എത്ര നാളായതാ ഈ സ്പീക്കർ ഊഫർ? ഇത് 1 വർഷം. 1 വർഷമായുള്ളൂ. ഇതൊരു ആംപ്ലിഫയറെ കൊടുത്തിരിക്കുക. അപ്പോഴേ അതിന് അത്ര പോരാ അങ്ങോട്ട്. അപ്പോഴേ ഞാൻ അല്ലേ? ഓക്കെ. ജിൻസിയുടെ മൈക്കില്ലേ? വീഡിയോ കണ്ടപ്പോ ഇങ്ങ് പോന്നല്ലേ. അപ്പൊ അതിനകത്ത് പ്രത്യേകം പറഞ്ഞേക്കുന്നത് ചില സമയത്ത് വിളിച്ചാൽ കിട്ടില്ല, ഏർലി മോർണിംഗ് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടും. അതിനായി ഇന്ന് രാവിലെ വിളിച്ചു. രാവിലെ ഇച്ചിരി തിരക്ക് കുറവ് ആൾക്കാരെ. എന്നിട്ട് ഫോൺ കിട്ടിയോ? ഫോൺ കിട്ടി, വിളിച്ചതേ. ഒരാൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. 3ഉം 4ഉം കോള് വരും. ഞാൻ 2 ഫോൺ നമ്പർ കൊടുത്തായിരുന്നു, പക്ഷെ പിന്നെ 2 ഫോൺ എടുക്കാൻ മേലാത്ത അവസ്ഥയാവും. അതുകൊണ്ട് പിന്നെ 1 ഫോൺ നമ്പറാക്കി. ഒട്ടിച്ച് സോൾഡറെല്ലാം ചെയ്തോ? വീട്ടിലാണോ ബാക്കി? കഴിഞ്ഞ് ഒരു 3 മീറ്ററിൻ്റെ 2 വയറോടെ എടുത്ത് ഇത് കണക്ട് ചെയ്യണം കേട്ടോടാ. സ്ലീവ് ഉണ്ടോ ഇവിടെ ഇരിപ്പോൾ താഴെ? ാണത് MDF തിരിച്ചു നോക്ക്. ഓക്കെ, അതിൻ്റെ ആ വയറിങ് എടുത്തോ. ആംപ്ലിഫയർ ഞാൻ കൊടുത്തോളാം. അതിൻ്റെ വയറിങ് എടുത്തോ, നീട്ടിക്കോളാം. ഇതിനും 2 വയർ നീട്ടിക്കോ, 3 മീറ്റർ വെച്ച്. അത് മൊത്തം കണ്ടിക്കല്ലത്, ചുമല ഒരു മിനിമൈസ് ചെയ്തിട്ട് സ്ലീവ് കൂടി ഇട്ട് ചെയ്തു. ഇത് 5 മീറ്റർ, മറ്റേ 3 മീറ്ററിൻ്റെ 2 കഷ്ണം. ഓക്കെ, നീല കിട്ടും തിരിച്ചറിയാനേ. എന്താ പറഞ്ഞോ?
പറഞ്ഞോ സാറേ. എന്നാ ഏതോ അയച്ച കാര്യം ചോദിക്കുന്നു. എന്നാ ഹലോ, പറഞ്ഞു സാറേ. ഇത് പോസിറ്റീവ് ചുമല വരെയുള്ള ഏതിൻ്റെ അയച്ചോ സാർ? ആ ബിനീഷ്, അയച്ചു. ഞങ്ങൾ 11-ാം തീയതി അയച്ചിട്ടു സാറേ. ഇന്ന് കിട്ടുമായിരിക്കും. ഇന്നലെ അവധിയല്ലായിരുന്നോ? ഇന്നലെ 11-ാം തീയതി, ഇന്നലെ നാളെ കിട്ടും. കാരണം ഇന്നലെ അവധിയല്ലായിരുന്നു. 11-ാം തീയതി അയച്ചു. ശരി. സബ്ബൂഫർ തന്നെ ഒന്ന് എടുപ്പിച്ച് നോക്കാം. അത് നമ്മുടെ AC-യിലല്ലേ സാറേ കിട്ടുന്നത്? AC-യിൽ പെൺഡ്രൈവ് എന്ത് ചെയ്യുവാനെ? മുമ്പ് ഇത് ചെക്ക് ചെയ്തിട്ട് എവിടെ വെച്ചു മിനി? ഇവിടെ ഉണ്ട്. ഇതിന് ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്. അതെടുത്ത് ഇരിക്കുന്നത്. ഇപ്പോഴാ ഈ സ്പീക്കർ വാങ്ങിച്ച ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത് മേടിച്ചപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ആദ്യം സ്പീക്കർ വാങ്ങിച്ച പിന്നെ ആദ്യമായിട്ടാണ് ഇത് അനങ്ങുന്നത്. ഞാൻ ആകുന്ന പണി നോക്കിട്ട് അനങ്ങിട്ടില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇതേ ഒരെണ്ണം വാങ്ങിക്കണം. ഹലോ, ഏതാ? ഇതാരായിരുന്നു പിടിപ്പിച്ചിരുന്നത്? അതിന്റെ കാര്യത്തിന് വർക്ക് ചെയ്യാതെ വന്നത് സ്പീക്കർ കൊടുത്തു വിട്ട ആളാണോ? ഡേവിഡ് ആണോ? ഞാൻ തിരിച്ചു വിളിച്ചു. അതിന്റെ വയറൊന്നും ഇല്ലല്ലോ ഡേവിടെ. വയറില്ലെങ്കിൽ വലിയ പാടാണ്. വയറുണ്ടായാലും നമുക്ക് ഒറിജിനൽ കുത്തി നോക്കാം. രണ്ട് വയറുണ്ട്, 3 ഇങ്ങനെയാ. 3 അല്ല 4 വയറില്ല. വയറിന് 4000 രൂപ വരും വയറിന്. മനസ്സിലായോ? വയറ് കളഞ്ഞാലുള്ള പ്രശ്നം അത് പിന്നുള്ള ടൈപ്പ് വയറാ. സോണിയുടെ വയർ ഒരു സെറ്റാ. അത് 4000 4500 രൂപ ആ വയറിന്റെ വില. അപ്പൊ അത് കിട്ടുമോ നോക്ക്. ആ വയറ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാ? ഓക്കെ ഓക്കെ. അതിലൊരു ഷീറ്റ് വരുമല്ലോ, അത് വെച്ച് ഞാൻ ഒരു ഇത് അറിയാവുന്ന ഒരു കാർപ്പൻ്റർ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇതേക്കൊണ്ട് കൊള്ളാം. റിമോട്ടേ ഇതിന്റെ പണ്ടത്തെ ഒരു ഫിലിപ്സിന്റെ റിമോട്ടാണേ. ഓ ഇതില്ല കേട്ടോ. ഇല്ലല്ലേ? ഈ ഗ്ലാസ് എല്ലാം കൂടെ വിറക്കി കിടന്നു. ഒരെണ്ണമായോ? ഒരെണ്ണം കഴിഞ്ഞ് അന്നേരം ഹലോ ഹലോ പറഞ്ഞോളൂ. ടി വി ആയിരിക്കും. ടി വി അമ്പുണ്ട്. 1000 400 എന്നറിയത്തില്ല. 1000 എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. 1000 വാട്ട്സ് മാക്സിമം ആയിരിക്കും. 400 ആയിരിക്കും. നോക്കട്ടെ.
ആ നോക്കട്ടെ എത്ര എഴുതിയിരിക്കും നോക്കട്ടെ. ആ ഇപ്പം തരാവേ. ഇത് 1000 വാട്ട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ മറ്റേത് ഇനി ആമ്പേർ വേറെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് പൊട്ടിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. 1000 വാട്ട്സ് പൈനിയറിൻ്റെ ഇത് മാക്സിമം എന്ന് എഴുതിയിട്ടുള്ളൂ. അത് വരുമ്പോഴത്തേക്കും 13 സംതിങ് വരും. തരാം, ഇത് വേണേലും തരാം. ഓക്കെ, ഇവിടെ നല്ല തിരക്കാവുണ്ട്. കഴിഞ്ഞില്ലേ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഉറങ്ങിയിട്ടാണ്. ആ ബ്ലൂബെറി 10.97 ജിൻസി. അല്ലെന്ന് അതിനൊരു കുഴപ്പമില്ലെന്ന്. ഇല്ലെന്ന് അതിനൊരു കുഴപ്പമില്ല. ഈ പിന്നല്ല കുത്തുന്നേ, ഇതാണോ കുത്തുന്നേ? അതിൻ്റെ ബാക്കി ചെയ്യുന്ന കണക്ട് ചെയ്യണം. എൻ്റെ റിമോട്ട് ഉണ്ടോ കയ്യിൽ? ബാറ്ററിയൊക്കെ ഇവിടെ ഉണ്ട്. ഇനി വന്നാൽ ഫോൺ നമ്പർ പറയാൻ പറ. 10 കുത്തിക്കോ. അഡാപ്റ്റർ എടുത്ത് കുത്ത്. പിടിച്ചു. റിമോട്ട് എടുത്ത് സോണിയുടെ. വീട്ടിൽ വെക്കാനാണോ വണ്ടിയെ വെക്കാനാണോ എന്ന് ചോദിക്കുന്നത്? ഇച്ചിരിമേ വേണം കൊടുത്തത്. എഴുതാം. 3 കൂടെ 3 കിടക്കുന്നു. ചാനലിടാം. ഇനി ടി വി പിടിച്ച് ഞാൻ സെറ്റിങ്സ് ഒന്ന് മാറ്റട്ടെ. ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുമായിരുന്നോ? ഉപയോഗിച്ചോണ്ടിരുന്നോ? പെട്ടെന്ന് അങ്ങനെ പോയതാ. ലൈറ്റ് സെൻസർ ഓഫ് ചെയ്താൽ ബ്രൈറ്റ്നസ് കൂടും. ലൈറ്റ് സെൻസർ ഇട്ടേക്കാം. കണ്ണിന് കുറേ നേരം കാണുമ്പോൾ അതായിരിക്കും സുഖം. ഇവിടെ പറഞ്ഞാലേ പറഞ്ഞു എന്നാന്ന് ചോദിച്ച മോനെ കംപ്ലൈന്റ് എന്നാന്ന് ചോദിച്ചു. ഓണാവുന്നില്ല. എന്ത് സാധനം അത്? 3000 രൂപ.
ഒന്ന് കാണിച്ച് ഓസിൻ്റെ ആണോ? രണ്ട് മൈക്ക്. ആ, എത്ര നാളായി വർക്ക് ആകാതെയായിട്ട്? 1 വർഷത്തിന് മുകളിലായി. അതെ. ഹലോ, പറഞ്ഞോ. എൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലേ, അടിക്കുമ്പോൾ അതങ്ങ് പൊക്കോളും. ആ പറഞ്ഞു. എന്നതാ ചോദിക്കുന്നത്? ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന മൈക്ക് 3000 രൂപ 2 വയറിങ് എടുത്ത് മിനി രണ്ടും. 2 മൈക്ക്. അങ്ങനെയൊന്നുമില്ല, വർക്കിംഗ് വാറണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ കംപ്ലൈൻറ്റ് വരികയല്ല അതിന്. ഗൂഗിൾ പേ പൈസ അയച്ചാൽ ഞങ്ങൾ കൊറിയർ അയച്ചു തരാം. DTDC അയക്കാം. ശരി. ഇല്ല, 3000 രൂപ അയക്കുക. അതിനകത്ത് അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് നിങ്ങളുടെ ഗൂഗിൾ പേക്കകത്ത് തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക. കോഡ്ലെസ് മൈക്ക് എന്ന് എഴുതുക. കോഡ്ലെസ് മൈക്കല്ല വേണ്ട, 2. കോഡ്ലെസ് മൈക്കല്ല വേണ്ട, കോഡ്ലെസ് മൈക്ക്. എല്ലാത്തേലും കണക്ട് ചെയ്യാം. ഓക്സിനുള്ള ഏതായാലും കണക്ട് ചെയ്യാം. അതേ കണക്ട് ചെയ്യാം. ഓക്കെ. ശരി, 3000 രൂപ ഇട്ടാൽ മതി, അയച്ചേക്കാം. ഓക്കെ, ശരി. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതും കൂടി ഇട്ടേക്കണേ, മൈക്കൊന്നും കൂടി ഇട്ടേക്കാം. നീല വരെയുള്ള പോസിറ്റീവ്, ഈ വരയില്ലാത്ത, ഇത് 2 സ്പീക്കറിൻ്റെ. ഇത് നമ്മൾ സബ്വൂഫറിന് ചുമല വരെയുള്ള വയർ അയച്ചോടെ ഗേജ് കൂടിയ വയറായിട്ടിരിക്കുന്നു. അപ്പം അത് ഇതും ശരിയാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് TB21 AS21 എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ലൈസൻസ് പേര് മാത്രമേ ഉള്ളൂ. ഈ സാധനം തന്നെ 5-6 ടൈപ്പാണ്. മനസ്സിലായില്ലേ? നമ്മൾ പറയാം ഏത്തപ്പഴം കിലോ 50 രൂപയുടെ ഏത്തപ്പഴം ഉണ്ട്, 80 രൂപയുടെ ഉണ്ടെന്ന് പറയുന്ന പോലെ ഇത് പല ക്വാളിറ്റിയിലുള്ള സാധനമുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന ലൈസൻസ് നമ്പറാണ്. അത് കണ്ടുകൊണ്ട് അതെല്ലാം ഒന്നാമത് തെറ്റിദ്ധരിക്കുക. അവിടെയാണ് അതിൻ്റെ അകത്തെ ഒരു മേടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. അത് ഒറിജിനൽ TPIC ഉള്ള സാധനമാണെങ്കിൽ മാത്രമേ ഇതുപോലെ വർക്ക് ചെയ്യത്തുള്ളൂ. ചൈനീസ് വർഷമാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. നല്ല ചെയ്യുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അറിയാം, ഒരാൾ മാത്രമേ അത് ഇറക്കുന്നുള്ളൂ. കാരണം അതിന് വിലക്കുള്ളായതുകൊണ്ട് ആരും മേടിക്കല. ഞാനിത് എൻ്റെ കസ്റ്റമറെ, എനിക്ക് വില കുറഞ്ഞ കസ്റ്റമറെ എനിക്ക് വേണ്ട. എനിക്ക് നല്ലതുള്ളവരെ എനിക്ക് ഞാൻ ഇത്ര വർഷം 35 വർഷം ഞാൻ സോണി മാത്രം വിറ്റാണ്. അത് പിന്നെ വേറെ ബ്രാൻഡ് തരാഞ്ഞിട്ടോ അല്ലല്ലോ, അറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ അവസാനം ഇതിന്റെ ഇടി കണ്ടല്ലോ, ഹാപ്പിയാണല്ലോ. പേരെങ്ങനെ? സാറിന്റെ സ്ഥലം എവിടെയാ? മലയാലപ്പുഴ തലച്ചിറ. ഓക്കെ, അപ്പം വീണ്ടും കാണാം. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിഞ്ഞതിൽ ഇത്. പിന്നെ വയറ് പോസിറ്റീവ് നെഗറ്റീവ് തിരിയാതെ കറക്റ്റ് കൊടുക്കുക. പിന്നെ ഇത്ര ഇതിലൊന്നും കേൾക്കാല്ലോ. കരാക്കയില്ലെന്ന് മാത്രമേ. പ്ലേ അടിച്ചോ മോനെ, യൂട്യൂബിൽ ഒരു പാട്ട് പ്ലേ അടിച്ചു. എന്നതായാലും എടുത്തിട്ടു ഒരു ശബ്ദം പുറത്ത് വരട്ടെ. അത് അത്ര ഓർത്താൽ മതി, തെറിയൊന്നും ആയിരിക്കും. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up.
Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. This is the time of your life. Remember, you don't get it twice. The time of your life. വാഴ പാട്ടാണ് കേട്ടെ. ഇപ്പൊ പിള്ളേര് വാഴ ആണല്ലോ. ഇങ്ങനെ കേൾക്കാൻ അതൊരുമാതിരി ആ ഒരുമാതിരി പാട്ടുകളല്ലേ. പെട്ടെന്നായിരിക്കും അത് നല്ല പാട്ടല്ലേ. വാഴ ഭയങ്കര കൊടുത്തിട്ട് ഞാൻ തിരിച്ചു മേടിച്ചിട്ട് വേറൊരു സാബു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ അതെല്ലാം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഫ്രണ്ടിൽ അത് വീട്ടിൽ കഴിഞ്ഞ് കിടക്കാം. ഇവനെടുത്തോണ്ട് പോയാ നീയല്ലേ ഉത്തരവാദി. 6 songs ഉണ്ട്. അതെ 4 കൊടുക്കുന്ന സീരിയൽ ചെയ്തും കൊടുത്തു. ആ അപ്പോൾ 12 ohms ആയിക്കോളൂ. 12 ആയിക്കോട്ടെ, അല്ല 3 ആയി പോകല്ലേ. 3 ഇച്ചിരി പാരൽ ചെയ്യുമ്പോൾ 3 ഇച്ചിരി ടൈറ്റാണ്. ഓംസ് കൂടുന്നതനുസരിച്ച് ആംപ്ലിഫയറിന് ലോഡ് കുറയും. ഇത് സീരിയൽ ചെയ്തോ 4.9 കാണിക്കുന്നുള്ളൂ. അപ്പം സീരിയൽ ചെയ്യുമ്പോൾ ഒരു 8-9 വരുള്ളൂ. ഇതിനകത്ത് തന്നെ എന്തൊരു സാധനം പോലെ ഒന്നുമില്ലല്ലേ, പൊടിയാ. ഓരോരുത്തർ ചോദിച്ചു എന്ത് ചെയ്യുന്നൊക്കെയാണ്. ഓർമ്മ പോയതാ. ഓരോരുത്തർ ഏതാണെന്ന് മേടിച്ച് എഴുതിയെല്ലാം വെട്ടി എനിക്ക് എല്ലാം തീരെയരുത്. 4 മണിയാകുമ്പോൾ എനിക്ക് 3 മണിയാകുമ്പോൾ ഞാൻ പോകും. ഞാനിതെങ്ങനെയാ ഇത് അയക്കണ്ടേ സമയം? ആ അത് പെട്ടെന്നാക്ക. ഇരിക്കേ ഇപ്പം തരാം. ഫോൺ 10:85. അപ്പോൾ നമ്മുടെ ഈ സ്പീക്കർ ഞാൻ കൊടുത്തിട്ടുണ്ടേ, നമുക്കൊന്ന് നോക്കാം. സബ് ഊഫറും ആ സ്പീക്കറും മാത്രമേ കൊടുത്തിട്ടുള്ളേ. അപ്പോൾ കൊണ്ട് വോളിയം കട്ട് ചെയ്തിരിക്കുക. ഹലോ, ആ പറഞ്ഞു. ആ ഏതോ ഒത്തിരി സ്പീക്കറൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ
ആ നോക്കാവേ, ഞങ്ങളിപ്പോൾ വളരെ തിരക്കുള്ള ഒരു 5-6 പേര് രാവിലെ നിൽക്കാം. ഓക്കെ ഞാൻ വൈകിട്ട് വല്ല ഞാൻ നോക്കാം, വൈകിട്ട് നോക്കാം, എന്നിട്ട് സാറിനെ വിളിക്കാം. ഓക്കെ പോരെ, ഓക്കെ അല്ലേ? ഇങ്ങനെ ഞാൻ കൊടുത്താൽ മതി, ഫോട്ടോ എടുത്തോ വേണേ, വീഡിയോ അത് ഇത് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിപ്പം ഇത് നെഗറ്റീവും പോസിറ്റീവും ആ തമ്മിൽ കൊടുത്തിട്ട് മറ്റേത് പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുക. അത് ഇതേപോലെ ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി. നേരെ തിരിച്ചും കൊടുത്താൽ ആ അത്രേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയില്ലേ? ഓഫാക്കിയാൽ ഹലോ ഓഫാക്കിയാലും വർക്ക് ചെയ്യുന്നല്ലേ ഉള്ളൂ, സാരമാക്കണ്ട. അതാ സ്വിച്ച് പോയതാണ്, വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ ഹലോ ഹലോ ആ അത് സാരമില്ല. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് തുരുമ്പ് കയറുന്ന ഈ സ്വിച്ചിനകത്ത്. അപ്പോൾ ചില സ്വിച്ച് ഓണായിരിക്കും, ചില സ്വിച്ച് ഓഫായിരിക്കും. നിങ്ങളുടെ എന്തോ ഭാഗ്യം കൊണ്ട് അത് ഓണായിട്ടായിരിക്കുന്നത്. ഇനി ആവശ്യമില്ലാതെ ശല്യം ചെയ്യേണ്ടവനെ. ഹലോ ഇനി അത് മാറണേലൊക്കെ വലിയ പാടാണ്. ഇതുകൊണ്ട് ഈ സ്വിച്ചാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് അതല്ലേ വിഷയം, ഒരു വിഷയമില്ല. ഹലോ ഹലോ ഈ മൂളിച്ചെന്ന് പറഞ്ഞാൽ മാറണ ഇച്ചിരി ചടക, അല്ലെങ്കിൽ ബാറ്ററിയെ വർക്ക് ചെയ്യണം. ബാറ്ററി വർക്ക് ചെയ്യുമ്പോൾ മൂളിച്ച വരികയില്ല. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ബാറ്ററി പോയത് മാറി വെച്ചാൽ മൂളിച്ച വരത്തില്ല. അവരതുകൊണ്ടാണ് ബാറ്ററിയെ തന്നെ കൊടുക്കുന്നത്. അല്ല പിന്നെ ഇത് മാറ്റിയിട്ട് 12 വോൾട്ട് DC കൊടുത്താൽ മൂളുവോ? നോക്കിയിട്ടില്ല. ഓക്കെ ഇതിൻ്റെ അകത്തിരിക്കുന്നത് ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആയതുകൊണ്ടാണ് മൂളിച്ച് വരുന്നത്. ആ മൂളിച്ച് നിർത്താൻ ഒത്തിരി പണികൾ ചെയ്യണം. എത്ര പണി ചെയ്താലും ഒരു ചെറിയ മൂളിച്ച് നിൽക്കും. ഈ ആംപ്ലിഫയറിനകത്ത് ആ മൂളിച്ച് വന്നാൽ അതിൻ്റെ സൗന്ദര്യം മുഴുവൻ പോയില്ലേ, അതിൻ്റെ എല്ലാ സുഖവും പോയി. ആ മൂളിച്ചാൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പാട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഫുൾ ഓളിയൊക്കെ ഒന്ന് ഇട്ട് നോക്കിയേ, മൂളുന്നുണ്ടോ എന്ന് നോക്കിയേ. എല്ലാ മൂളിയും മാറിയില്ലേ? അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ മേടിച്ചാൽ മതി. അതിന് വലിയ കാശൊന്നുമില്ല. അതിന് വെറും 12 വോൾട്ട് 2 ആകുമ്പോൾ 299 രൂപയുടെ കേസ് കൊടുക്കും. പോരെ? പാട്ടില്ല, പ്രസംഗം മാത്രം. അതെ, ഇത് കൂടുതൽ ഓഡിയൻസിനെ പ്രതീക്ഷിക്കരുത്. അവസാനം പറഞ്ഞാൽ മതി, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാണാൻ ചെവിയുള്ളവൻ. ഇതുപോലെ ഇതിൻ്റെ കൂടുതലുണ്ടോടി? ഒരു ഇത് കൊടുത്താൽ മതി ജൻസി. ഏതിനും എന്തിനും പരിഹാരം. ഓക്കെ അപ്പോൾ പവർ ഓഫ് ചെയ്തിടുക. DC ഇൻപുട്ട് 12 വോൾട്ടിൽ കണക്ട് ചെയ്യുക. 9 വോൾട്ടിൽ കുത്തരുത്, 12 വോൾട്ടിൽ കുത്തുക. ഇത് 12 വോൾട്ട് DC. ഓക്കെ 12 വോൾട്ട് DC നേരിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ കറണ്ടേലാവും, ഓഫ് ചെയ്താൽ ബാറ്ററിയിലാവും. ബാറ്ററിക്ക് പകരം നമ്മൾ അഡാപ്റ്റർ വെച്ചെന്നുള്ളൂ ഉള്ളൂ. അവിടെ ഒരു 12 വോൾട്ട് ബാറ്ററി വെച്ചാലും ഇതേ സൈലൻസിൽ നമുക്ക് വർക്കാവും കേട്ടോ. ഹുജ നല്ല ഹുജ നമ്മുടെ ഒരു ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു സാധനമാണ്, ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ ഒരു അഭിമാനമാണ് ഹുജ. ചെറിയ നാണം. സാർ എന്നാ മറ്റേ ഈ സുവിശേഷ പ്രസംഗമാണോ? ബാക്കി ഒഴിവ് കിട്ടുമ്പോൾ ഇത് പ്രസംഗിക്കുന്നു. നമുക്ക് കിട്ടിയ കാര്യം നമ്മൾ പറയുന്നു, അവസാനം ഇതും പറഞ്ഞിട്ട് പോകുന്നു. കേൾക്കാൻ ചെയ്യുള്ളൂ, കേൾക്കാൻ. $12 കൊടുത്ത ഒരു കുഴപ്പമില്ല. ഇനി കുറച്ചും കൂടെ അതിശക്തമായ ഇടിവാണ് ഇതിൻ്റെ ചാട്ടനുണ്ട്. 600. അതാകുമ്പോൾ 800 വാട്ട്സാണ്.
ഇത് മതിയായിരിക്കും, വീട്ടിൽ വെക്കാനല്ലേ? ധാരാളം മതി. പിന്നെ ഓരോരുത്തരും ഓരോ മൂടാണല്ലോ. കുറച്ച് മുമ്പേ ഒരു ചേട്ടൻ വന്നിട്ട് പോയതേ ഉള്ളൂ. ആ പുള്ളിക്ക് വലുതാണ് കൊടുത്തത്. അപ്പോൾ പുള്ളി വലിയ JBLൻ്റെ വലിയ പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നത്. നാളത്തെ വീഡിയോ കാണാം. ആ അപ്പം അടുത്തുള്ള ആളാണ്. അതെ, യൂട്യൂബ് കണ്ട് ആ കണ്ട് വന്നല്ലേ? ഓക്കെ ഓക്കെ. ആ ഓ ആ ശരി. ഇപ്പൊ വിശ്രമമാണ് അല്ലേ? വിശ്രമമാണ്. ഒരു AVR യമഹയുടെ ആ V457. ആ അത് ഇവിടെ കാലതാമസം വരുമോ എന്നറിഞ്ഞുകൂടാ. റിപ്പയർ ചെയ്യാനാണോ? എന്നാ എൻ്റെ കംപ്ലൈൻറ്റ്? വർക്ക് ചെയ്താണ്. ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഈർപ്പം അടിച്ചു കഴിഞ്ഞാൽ ഓണാകും. ആ പിന്നെ ചൂടാക്കി 2 ദിവസം മുമ്പ് വരെ വർക്ക് ചെയ്തു. ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ആയിട്ടൊരു 10 രൂപയ്ക്ക് 12 മുമ്പ് മേടിച്ചതാണ്. ആ അപ്പോൾ നല്ല ഉപയോഗം. കൊണ്ടുവന്നാൽ താമസം വരുമോ എന്ന് അറിയാം. താമസം വരും, അതാണ് പ്രശ്നം. താമസം വരും. ഞാൻ ഈ വർക്ക് ഇതെല്ലാം ഒന്ന് ഇറങ്ങുന്നിടം വരെ ഇതല്ല. എൻ്റെ അപ്പന് 86 വയസ്സുണ്ട്. പുള്ളി ഇപ്പോഴും പറഞ്ഞിരിക്കുന്നു. പുള്ളി കോളേജ് പ്രൊഫസറായിരുന്നു. ആരോഗ്യത്തിന്റെ രഹസ്യം. ആ കോളേജ് പ്രൊഫസറായിരുന്നു. എന്നാലും പുള്ളി കൃഷിയെല്ലാം ചെയ്യും. ഒരു പ്രൊഫഷണലെ ഞാൻ അടുപ്പിക്കുകയില്ല. ഈ കണ്ണാടിയൊക്കെ സ്വന്തമായിട്ട് കൈയൊന്നും ഉണ്ടാക്കുക. അത് ശരി. അങ്ങനെയുള്ള പണികൾ കാരണം നമുക്ക് പണി കഴിഞ്ഞിട്ട് സമയമില്ല. ആ അതല്ല എല്ലാം ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ എൻഗേജ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. ചൂടാക്കാന്ന് പറയുമ്പോഴേ ഇതിൻ്റെ മണ്ടയാണോ ചൂടാക്കുന്നത്? അല്ല, പിന്നെ നമ്മൾ വെയിലത്ത് വെച്ച് വെറുതെ വെയിലത്ത് വെച്ചു. അതല്ലെങ്കിൽ ബൾബിട്ട് ഹീറ്റ് ചെയ്യും. അത് വല്ല സ്റ്റാൻഡ് ബൈ ഓൺ ചെയ്ത് ചിലപ്പോൾ കുറച്ച് നേരം നിൽക്കുക, ഓഫായിക്കും. അന്നേരം വീണ്ടും ചെന്ന് ഓൺ ചെയ്യും. അങ്ങനെ ഇട്ടിട്ട് സ്റ്റാൻഡ് ബൈ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ വന്ന് സ്റ്റാൻഡ് ബൈ കിടന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം 1-2 ദിവസം ഓഫായി കിടന്നിട്ട് പിന്നെ പോയി. ഇതിനകത്ത് 1-2 സ്റ്റാർട്ടിങ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? സ്റ്റാർട്ടിങ് ഒന്ന് ഡിസ്പ്ലേ വരും, ഒന്ന് വരും. ആദ്യമൊക്കെ ചെക്ക് സ്പീക്കർ വയറെന്ന് പറഞ്ഞ് വരുമായിരുന്നു. എന്നിട്ടാണ് ഓഫായി പോകുന്നത്. ഇപ്പൊ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഡിസ്പ്ലേ വരും, വോളിയം ഒക്കെ കാണിക്കും. ഇവരെ ഒന്നിച്ച് വന്നല്ലേ നിങ്ങൾ 3 പേരും? അർജുനെ ഞാൻ വിളിച്ചോ? കൂട്ടുകാർ വന്നല്ലേ? പുള്ളി വരട്ടെ, വിളിച്ചിട്ട്. ഹലോ. ആ അല്ല, നരേന്ദ്രമോദി അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും സോളാർ വെക്കണം, എല്ലാവരും വീടിന് വേണ്ട വെക്കണം. ഗ്യാസ് സോളാർ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്നാ? നമുക്കാരും ഇത് വേണ്ട. സോളാറിൻ്റെ ഒരു വണ്ടിയും കൂടെ മേടിച്ചാൽ റെഡിയല്ലേ? ഇപ്പം ഈ കട ഇപ്പം ഈ AC ഇട്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നു. സോളാർ വെച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുന്നതല്ല, ഫുൾ ടൈം ഇട്ടാലും ഇത്രേ വരാനുള്ളൂ. മിച്ചം വന്നാലും കട, വീട്, വണ്ടി, ഇത് നമ്മൾ സോളാറില്ല. 1 രൂപ പോലും നമുക്ക് കറണ്ട് ബില്ല് കഴിഞ്ഞ 4 വർഷമായിട്ട് വരുന്നില്ല. അപ്പം നമുക്ക് ഗ്യാസ് വേണ്ട, ഗ്യാസിൻ്റെ പരിപാടി ഇല്ല. കാരണം ഇൻഡക്ഷൻ കുക്കറിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. കാരണം സോളാർ മിച്ചമുണ്ടല്ലോ. പെട്രോൾ വേണ്ട, വണ്ടി ഫ്രീ ഓടും. കടയിലും ഇതുവരെ അതെല്ലാവരും ചെയ്യുക. കുറച്ച് പറ്റുന്ന പോലെ എങ്കിലും ഒരു 80,000 രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. അത്രയും കൊടുത്തിട്ട് പോലും എല്ലാവർക്കും ഓരോന്നും മേടിച്ച് വെക്കത്തില്ലേ? വെച്ചാൽ ഇവൻ്റെ ഒന്നും താങ്ങണ്ടല്ലോ. എവിടെ യുദ്ധം നടന്നാലും എന്നാ കുഴപ്പമുണ്ടായാലും ഒന്ന് വർത്താനം പറഞ്ഞ് പേരൊക്കെ ചോദിച്ച് നിങ്ങളെ വിട്ടേക്കാനാ. നിങ്ങളെ യാത്ര അയക്കാൻ വേണ്ട. അതെ. അപ്പൊ ആരെയായി ഇപ്പൊ വിളിച്ചോണ്ടിരുന്നത്? ഇത്ര കാര്യമായിട്ട് വിളിച്ചോണ്ട് കൂട്ടുകാരനെ തന്നെ ആണല്ലോ അല്ലേ? എന്നാ കുഴപ്പമില്ല. പെരുമ്പാവൂരിൽ നിന്ന് വന്ന 2-3 സുഹൃത്തുക്കൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. പേരെങ്ങനെയാ? അനീഷ്, ഗോപകുമാർ, സതീഷ്. അനീഷ്, സതീഷ്, ഗോപകുമാർ. ഇവർ നമ്മുടെ JBLൻ്റെ ഒറിജിനൽ സ്പീക്കർ തപ്പി വന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. എന്നാ പറഞ്ഞേ? നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി എവിടുന്ന് വരുന്നതാണ്? വയനാട്ടിൽ നിന്ന് വരും. ഇതിപ്പോൾ മൂവാറ്റുപുഴ നിന്ന് വന്നിരിക്കുന്നു, പെരുമ്പാവൂരിൽ നിന്ന് വന്നിരിക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. അതെ, പെരുമ്പാവൂരിലുള്ള എലികളാണ്. പക്ഷെ ആള് പുലികളാണ്. അതെ, പുലികളാണ്.
അപ്പോൾ അവരെ നമ്മൾ യാത്ര അയക്കുകയാണ്. സാധനമൊക്കെ ഇഷ്ടപ്പെട്ടവർ പോവുകയാണ് 3 പേരും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനലും തുറന്ന് വീണ്ടും കാണുക. പെരുമ്പാവൂരുള്ള എല്ലാവരും അന്വേഷണം അറിയിക്കുക. ഇല്ലടാ, ഉണ്ടാക്കിയില്ലടാ. ആ, എടുത്തു പണി തീർത്തോ കേട്ടോ. അത് അവരുടെ ഫോണാണോ? ഇതുവരെ വന്ന മുഴുവൻ പണിത് കഴിഞ്ഞോ? ആയില്ല. എല്ലാം ഉണ്ടാക്കൂ, ഒട്ടും താമസിക്കണ്ട. നാളെ ഇഷ്ടം പോലെ ആളാ. അതതിൻ്റെ മൈക്ക് കൊടുക്കാം, പക്ഷെ മിക്സറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാത്ത സാധനം. അതാണ് നമ്മുടെ സൂപ്പർ ഹിറ്റ് സാധനം. അതില്ലാത്ത വീടുകൾ ഇനിയിപ്പോൾ ഒരു 2 വർഷത്തിനുള്ളിൽ ഈ കേരളത്തിലെ ഇന്ത്യയിലുള്ള എല്ലാ വീട്ടിലും, ലോകത്തിലുള്ള വീട്ടിൽ വരും. കാനഡയിലുള്ള എൻ്റെ അനിയനും വരെ പ്രാന്തമായിട്ടാണ് മേടിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നു പറയാൻ മനസ്സിലായി. അതൊരു വല്ലാത്തൊരു സൗണ്ടാണ് അതിൻ്റെ, ആ അത്രയും ചെറിയ ഒരു വോളിയത്തിൽ. അത് നമുക്ക് ബാലൻസ് പെട്ടെന്ന് എഴുതി കൊടുത്തു.